പ്രധാനമന്ത്രി വയനാട്ടിലെത്തിയപ്പോൾ മറ്റൊരു ചിത്രം കൂടി ശ്രദ്ധേയമായിരുന്നു. അത് സമൂഹ മാധ്യമങ്ങളിൽ കണ്ടെത്താൻ കഴിയുക 3 വയസ്സുകാരിയെ ചേർത്ത് പിടിച്ച ആ ചിത്രമാണ്. ഇപ്പോഴും തിരഞ്ഞാൽ വെറും പ്രചാരണത്തിന് വേണ്ടിയായിരുന്നു പ്രധാനമന്ത്രിയുടെ ആ സന്ദർശനവും ചേർത്ത് പിടിക്കലും എന്ന് പറയേണ്ടി വരുന്ന സാഹചര്യമാണ് ഇപ്പോഴെന്ന് അന്ന് പ്രധാനമന്ത്രി ചേർത്ത് പിടിച്ച നൈസയുടെ കുടുംബം പറയുന്നു. അതല്ലെന്ന് തെളിയിക്കണമെങ്കിൽ വയനാടിന് സഹായം കേന്ദ്രം പ്രഖ്യാപിക്കണമെന്നും അവർ അഭിപ്രായപ്പെടുന്നു. വാത്സല്യത്തോടെ നൈസമോളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചേർത്ത് പിടിച്ചപ്പോൾ നാം എല്ലാം കരുതി വയനാടിനെയാണ് പ്രധാനമന്ത്രി ചേർത്ത് പിടിക്കുന്നത് എന്ന്. ദിവസങ്ങൾക്കിപ്പുറം ചൂരൽമല ദുരന്തം ദേശീയ ദുരന്തങ്ങളുടെ കൂട്ടത്തിൽപ്പെടില്ലെന്ന് കേന്ദ്രം പറയുമ്പോൾ അന്ന് പ്രധാനമന്ത്രി കാണിച്ച സ്നേഹം വെറും പ്രചരണത്തിനു വേണ്ടിയായിരുന്നുവെന്ന് ആർക്കും സംശയം തോന്നും. നൈസമോളുടെ അമ്മ ജസ്ല പറയുന്നു. എന്താ പറഞ്ഞെന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷെ മുഖഭാവം കണ്ടിട്ട് ഞങ്ങളെ കൈവിടൂല, കൂടെ ഉണ്ടാകുന്നാണ് ഞങ്ങൾക്ക് തോന്നിപ്പോയി. ഒരു സമാധാനം ഉണ്ടായിരുന്നു, കൂടെ ഉണ്ടാവും, എന്തായാലും ഞങ്ങളെ പോലുള്ളവരൊക്കെ സഹായിക്കുന്ന ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. മഹാദുരന്തം ഏൽപ്പിച്ച മുറിവുകൾ ഉണങ്ങാതെയാണ് ജസ്ല ഞങ്ങളോട് സംസാരിച്ചത്. നൈസയുടെ സഹോദരിമാരായ ഹിനയും ഫൈസയും ഇന്ന് ഓർമ്മ മാത്രമാണ്. അവരുടെ പിതാവ് ഷാജഹാൻ എവിടെയാണെന്ന് ഇതുവരെ കണ്ടെത്താൻ പോലും ആയിട്ടില്ല. ദുരന്തത്തിൽ നിന്നും തിരിച്ചുപിടിച്ച നൈസമോൾ മാത്രമാണ് ഇവർക്കിനി ജീവിക്കാനുള്ള പ്രത്യാശ. സുരക്ഷിതമായ ഒരു വീട് വേണം, മകളെ പോറ്റാൻ തൊഴിൽ കണ്ടെത്തണം. സർക്കാർ സഹായം മാത്രമാണ് ഇനി ആശ്രയം. വയനാടിന്റെ ഒരു അടയാളമായിട്ട് മോളെ ചിത്രം മാറി. അപ്പോൾ ഇനി നമുക്ക് ആ ഒരു സ്നേഹം അല്ലെങ്കിൽ ആ ഒരു കരുണ അല്ലെങ്കിൽ ആ ഒരു പിന്തുണ സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുക. അത് മാത്രമാണല്ലോ നമുക്ക് ബാക്കിയുള്ളത്. പ്രതീക്ഷിക്കുന്നുണ്ട്, എന്താവുന്നൊന്നും അറിയില്ല. കേന്ദ്ര സഹായം കാത്തിരിക്കുന്ന വയനാട്ടിലെ അനേകരിൽ ഒരാൾ മാത്രമാണ് ജസ്ല. സാമൂഹ്യ മാധ്യമങ്ങളിലെ പ്രചാരണത്തിനപ്പുറം മനുഷ്യസ്നേഹം പ്രധാനമന്ത്രിയിൽ ശേഷിക്കുന്നുണ്ടെങ്കിൽ വയനാടിനെ ചേർത്തുപിടിക്കണമെന്ന് ജസ്ല അഭ്യർത്ഥിക്കുമ്പോൾ അത് കേരളത്തിന്റെ മുഴുവൻ ശബ്ദമാണ്. കേൾക്കാതിരിക്കരുത്. അഖിലോട്ടുപാറയ്ക്കൊപ്പം CB അനുമോദ്, ന്യൂസ് 18.